ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഈസ്റ്റും പാലും ഒന്നും ഇല്ലാണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്ന ബട്ടൂറിൻ്റെ റെസിപ്പിയും അതിന് മാച്ചായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലെ കടലക്കറിൻ്റെ റെസിപ്പിയും കൂടി നോക്കിയാലോ. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടൂറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് കാണിക്കുന്നത്. ആദ്യം തന്നെ 1/4 കപ്പ് അളവിൽ തരിയില്ല റവ അത് ചേർക്കുക. പിന്നെ 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. 10 മിനിറ്റ് എന്തിനാണ് അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ റവയും വെള്ളയും കൂടിയിട്ട് ഒന്ന് സോക്കായിട്ട്, അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമ്മളെ ബട്ടൂരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ റവ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിനി. വെള്ളമൊക്കെ അതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അതിലൊട്ടും വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം 3 കപ്പ് മൈദക്കാണ് 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ 1 കപ്പ് എടുക്കുന്നെങ്കിൽ 1/4 കപ്പ് അങ്ങനെയാണ് കേട്ടോ ആ കണക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് അളവിലാണ് മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ ഒരു 12 ബട്ടൂര കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തന്നെ തൈര് ചേർത്ത് കൊടുക്കുക. പുളിയുള്ളതോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് ഏത് വേണമെങ്കിലും എടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കൂടി വേണ്ടത്. ബേക്കിംഗ് പൗഡർ ഇടരുത്, ബേക്കിംഗ് സോഡ അപ്പക്കാരില്ലേ അതാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ആക്കാം. തൈരും റവയിലും ഉള്ള ആ ഒരു നനവനുസരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വരും. അപ്പോൾ കുറച്ച് ഇതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മൾ ചപ്പാത്തി പോലെയൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ കുബൂസിനേക്കാളും ചെറിയൊരു സോഫ്റ്റ്നെസ്സിൽ ഈ മാവൊന്ന് ചെറിയൊരു ലൂസിലൊന്ന് കുഴച്ചിട്ട് ഈ മാവ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലോ ഇട്ട് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് നല്ലോണം പ്രസ്സാക്കിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ സമയം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 4-5 മിനിറ്റ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്ത മാവാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിനെ. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. കടലക്കറി ആകുമ്പോൾ കടല എപ്പോഴും 7-8 മണിക്കൂർ എന്തായാലും കുതിർത്തി വെക്കണം. ഇത് ഞാൻ കുറച്ച് മുന്നേ ഒരു 7-8 മണിക്കൂർ മുന്നേ വെള്ളക്കടല 250 ഗ്രാം അളവിൽ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ്. ഇനി ഒരു 8 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തത്. നന്നായിട്ട് തന്നെ കടല പൊങ്ങി വന്നിനെ. ഇനി ഇത് നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് കഴുകിയിട്ട് എടുക്കുക. എന്നിട്ടൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കേണ്ട, വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 3-4 വിസിൽ ആവുന്നേരം വേവിച്ചിട്ട് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലാവുന്നേരം നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക. കടലിൻ്റെ കറിക്ക് വേണ്ട ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം തേങ്ങൻ്റെ അരഭാഗം ചിരണ്ടിയതും പിന്നെ 2 തക്കാളി, മീഡിയം വലുപ്പമുള്ള തക്കാളിയും ഒരു ചെറിയ കഷ്ണം പട്ടയും 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് 3-4 ഏലക്ക ചേർത്ത് കൊടുക്കുക, 3 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ചോപ്പർ ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുക. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കിയിട്ടാണ് ഇത് വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയുന്നതല്ലേ, ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം തന്നെ കുറച്ച് സോഫ്റ്റായിട്ട് വേഗം തന്നെ കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഉള്ളി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തേങ്ങ മിക്സിയില്ലേ അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലുള്ളതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർക്കുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, ടേബിൾ സ്പൂണും ടീസ്പൂണും എല്ലാവർക്കും അറിയുന്നതല്ലേ, അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് പറയുന്നത്, ബാക്കിയെല്ലാം ടീസ്പൂൺ അളവിലാണ് പറഞ്ഞത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും
1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടി മിക്സായി കഴിഞ്ഞാൽ നല്ലൊരു കളറ് വരും. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ലൈറ്റ് ഒരു മഞ്ഞ കളറായിട്ടാണ് തോന്നും കാണുന്നത്, പക്ഷേ നല്ലൊരു ബ്രൗൺ റെഡ് ആ ഒരു കളറാണ് കേട്ടോ ശരിക്കും കറിൻ്റെ കളറ്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി, നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വരെ കാശ്മീരി മുളക് പൊടി ചേർക്കട്ടെ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി. ഈ കറി നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ബട്ടൂറിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ കറിയെല്ലാം തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിനി. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിനി. ഇനി ഇത് കുറച്ചും കൂടി ചൂട് മാറുമ്പം കുറച്ചും കൂടി കുറുകിയിട്ട് വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണ്ട. ഇനി നമുക്ക് ബട്ടൂര തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഈ മാവ് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിന്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ഒരു അളവിൽ 12 ബട്ടൂരൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നിങ്ങൾ പരത്തുന്ന ആ സ്ഥലത്ത് പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. നമ്മൾ പൊടി ഇട്ടിട്ട് പരത്തണ്ട, കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. നിങ്ങൾ ഓരോ ബട്ടൂര പരത്തുമ്പോഴും ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 ബട്ടൂര പരത്തിയ ശേഷം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഒരേ കനത്തിൽ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. ഇത് കുബൂസിനേക്കാളും കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നേരതാക്കിയിട്ട് പരത്തരുത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടി. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പരത്തുന്ന ടൈം തന്നെ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിനി. ചൂടായ എണ്ണയിലോട്ട് ഡയറക്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഈ സമയം നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കരുത് കേട്ടോ. ഇത് ഇട്ടപാട് തന്നെ ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ, ഞാൻ പറഞ്ഞൊരു അളവ് ഇതിന് കറക്റ്റായിട്ട് എടുക്കണം. ഇതിന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എല്ലാം ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇതൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ചു വിട്ടിട്ട് നന്നായിട്ട് കളറ് ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് നല്ല എത്രത്തോളം കളറ് വേണം അത്രത്തോളം കളറാക്കിയിട്ട് എടുക്കാം. ഈ ബട്ടൂരയ്ക്ക് ഈസ്റ്റും പാലും ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വരികയും ചെയ്യും. നല്ല ടേസ്റ്റ് വന്നിട്ട് ഈ ബട്ടൂര കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെങ്കിൽ കുറച്ചും കൂടി മൊരിപ്പിച്ചിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കളറിൽ ഒന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ബട്ടൂരയും നല്ല അടിപൊളി കടലക്കറിയും ഇവിടെ റെഡിയായി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടോ, നല്ല കോംബോ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം. ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.